പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നോ? കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു, അൺസ്റ്റേബിൾ ആകുന്നു. നമ്മളുടെ ചിന്ത, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, നമ്മളുടെ പ്രവൃത്തി, ഇതെല്ലാം ഒരുമിച്ച് പോകണം. അകത്ത് ഒരു സ്വഭാവവും പുറത്ത് മറ്റൊരു സ്വഭാവവും വന്നാൽ അത് ദൈവിക പ്രസാദം ലഭിക്കുവാൻ തടസ്സമാകും. ചിലരെ കണ്ടിട്ടില്ലേ? പുറമേ നന്നായി ചിരിച്ചു കാണിക്കും, പുറമേ കാണുന്ന ഉടനെ ഭയങ്കര സ്നേഹപ്രകടനം നടത്തും, പക്ഷേ അകത്ത് പല്ലിറുമ്പും, ഇഷ്ടക്കേടായിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആ വ്യക്തി തൻ്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകും, എങ്ങും ചെന്ന് പറ്റത്തില്ല, എങ്ങും സ്റ്റേബിൾ ആകത്തില്ല, എപ്പോഴും ആടി ഉലഞ്ഞിരിക്കും, ഒരു കാര്യത്തിലും നന്മ പ്രാപിക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നാം ഇടയ്ക്ക് ശോധന ചെയ്യണം നമ്മളെ തന്നെ. ജീവിതത്തിൽ എവിടെയെങ്കിലും ഇപ്രകാരമുള്ള സ്വഭാവമുണ്ടോ? എല്ലാവരെയും ഒരുപോലെ ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? അകത്ത് പകയും പുറത്ത് സ്നേഹപ്രകടനവുമാണോ? അതോ നിഷ്കളങ്കമായൊരു മനസാക്ഷിയുണ്ടോ എന്നൊക്കെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇടയ്ക്ക് അതിനൊക്കെ സമയമെടുക്കണം. ദൈവപ്രസാദം ഇല്ലാത്തൊരു ജീവിതം എങ്ങും എത്തത്തില്ല. നമുക്കറിയാം, മോശയുടെ കരം അഹരോനും ഹൂരും ഉയർത്തിപ്പിടിച്ചു, കൈ താങ്ങി. അവരുടെ അകവും പുറവും മോശയോട് ഒരേ നിലയിലായിരുന്നു, ഒരേ ആറ്റിറ്റ്യൂഡായിരുന്നു. ഒരാളുടെ ഉള്ളിൽ അല്പം വിദ്വേഷമോ കയ്പോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറമെ എങ്ങനെ കൈ താങ്ങി കൊടുക്കുവാൻ സാധിക്കത്തില്ല. അകത്ത് വിദ്വേഷം നുരഞ്ഞു പൊങ്ങുമ്പോൾ അറിയാതെ താങ്ങി പിടിച്ചിരിക്കുന്ന, ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരത്തിൽ നിന്ന് തൻ്റെ കരം പിൻവലിയും. പക്ഷേ എത്ര ഐക്യതയോടെയും അകവും പുറവും ഒരേ മനോഭാവത്തോടെയുമാ അഭിഷിക്തന്റെ കരത്തെ താങ്ങിക്കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ താങ്ങുവാൻ, ചേർത്ത് പിടിക്കുവാൻ, എല്ലാവരെയും ഒരുപോലെ കാണുവാൻ ഉള്ളൊരു മനോഭാവം, അപ്രകാരമുള്ളൊരു ചിന്ത നമുക്ക് മസ്റ്റായിട്ടുണ്ടായിരിക്കണം. അതർവൈസ് കർത്താവിന് നമ്മളോട് പ്രസാദം തോന്നത്തില്ല. അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ട ഈ വചനം വെച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. എവിടെയെങ്കിലും സ്ഥിരതയില്ലായ്മയുണ്ടോ? അസ്ഥിരതയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റു പറയാം, ക്ഷമ ചോദിക്കാം. അകത്ത് സ്നേഹം, പുറത്തും സ്നേഹം. പുറത്തൊരു അഭിനയ ജീവിതം നമുക്ക് വേണ്ട. അത് ദൈവത്തോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും. അകമേ കർത്താവുമായി ഒരു ബന്ധവുമില്ലാത്തവർ പുറമേ ഭയങ്കര ആരാധനയൊക്കെ ആരാധിച്ച് പ്രഹസനം നടത്താറുണ്ട്. അതും തെറ്റാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഒരു ഡബിൾ മൈൻഡഡ് പേഴ്സൺ നമുക്കാവണ്ട. സ്ഥിരതയുള്ളൊരു വ്യക്തി നമുക്കായിത്തീരാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയ ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്ഥിരതയില്ലായ്മയുണ്ടെങ്കിൽ, അകത്തും പുറത്തും വിവിധ സ്വഭാവങ്ങൾ കാണിക്കുന്നുവെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഇരു മനസ്സ് ഞങ്ങൾക്ക് വേണ്ട. അങ്ങേക്ക് പ്രസാദമുള്ളൊരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തും. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ ബ്ലസ് ചെയ്യുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇരു മനസ്സ് വേണ്ട. ബ്ലസ് ചെയ്യും.